ഒരു പാവപ്പെട്ട മനുഷ്യൻ കുറച്ച് കുട്ടികൾ ചോർന്നൊലിക്കുന്ന വീടാണ്. അവരെ സഹായിക്കണേ. ഇവിടെ ദൂർത്തും ഒരുപാട് പൈസ വലിച്ചെറിഞ്ഞ് കളയുന്ന കാലത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ആളുകൾ നമ്മുടെ പരിസര പ്രദേശം കിടക്കുന്നുണ്ടെന്ന് ഓർമ്മ വരണേ. ഞാൻ പറയുന്ന വിഷയം അതല്ല. അപ്പൊ ആ ഒരു ക്ലിപ്പ് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സാധുവായ മനുഷ്യനും കുറച്ച് കുട്ടികളുണ്ട്. പെരുന്നാൾക്ക് അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഭക്ഷണമില്ല, സന്തോഷമില്ല എന്നൊക്കെ പറയുന്ന ഒരു ക്ലിപ്പ് ഇങ്ങനെ കണ്ടിട്ട് ആ വീടിന്റെ ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ സൈഡിൽ ചെറിയൊരു വിഷാങ്കന. യാ അല്ലാഹ്, അവിടെ വന്നിട്ടുണ്ട്. അത് തെരുവുകളിലെ സ്ലം ഏരിയകളിൽ പോലും വിഷാങ്കനകളാണ്. മദ്രാസിലോ മുംബൈയിലോ ഇടയ്ക്കിലെ പോലെ സ്ലം ഏരിയകൾ, കൊൽക്കത്തയിലോ സ്ലം ഏരിയകൾ നിരന്തര കുടകൾ. ആ കുടലോടൊരു മഴ കൊള്ളുക, അല്ലാതെ വീടിന്റെ സെറ്റപ്പ് ഉണ്ടല്ല. ഇത് കടന്നു വരാത്ത ഒരു വീടും ലോകത്തില്ലാത്ത ഒരവസ്ഥ നാളിന്റെ മുമ്പ് വരാനുണ്ട്. അത്രേ അതല്ലേ ഇപ്പൊ വന്നത്, അതല്ലേ വന്നത്. മുസ്ലിമിന്റെ ഇസ്ലാം നഷ്ടപ്പെടുമാ. ബോംബാർഡ്മെന്റ്, കൾച്ചറൽ ബോംബാർഡ്മെന്റ്. മുസ്ലിമീങ്ങൾക്ക് ഇതും ചെയ്തുകൂടെ എന്ന് പരസ്യമായി തിന്മകളെ സംബന്ധിച്ച് പറയുന്ന കമന്റുകൾ. മുസ്ലിം എന്തിനാ സെക്യുലർ അല്ലാതെ ജീവിക്കുന്നത്? സെക്യുലർ ആയിക്കൂടെ? മുസ്ലിമിനൊരൽപ്പം ലിബറൽ ആയിക്കൂടെ? അല്ലേ? ഇതൊക്കെ മനുഷ്യന്റെ മുമ്പിലേക്ക് അവന്റെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാലത്ത് ജീവിക്കുന്ന മുസ്ലിമെ എപ്പോഴും ചൊല്ലിക്കോ, അല്ലാഹുവിനോട് ദുആ ചെയ്തോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാതീൻ വഅഊദു ബില്ലാഹി അൻ യഹ്ദുറൂൻ. അല്ലാഹുവേ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരണേ പടച്ചവനെ. നിന്റെ ടിവി സ്ക്രീനിൽ പിശാചുണ്ട്. നിന്റെ മൊബൈലിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില വീഡിയോ ക്ലിപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാചാണ്, അല്ലേ? നിന്റെ ചില മെസ്സേജുകളിൽ കിടക്കുന്നത് പിശാചിന്റെ വാക്കുകളാണ്. സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും പേര് പറഞ്ഞ് അന്യ പെണ്ണുങ്ങളോടോ അന്യ പെണ്ണുങ്ങൾ പുരുഷന്മാരോടോ കുഞ്ഞു കുഴഞ്ഞുള്ള ടെക്സ്റ്റുകളോ മെസ്സേജുകളോ കൈമാറുന്ന ടൈപ്പ് ചെയ്യുന്ന വിരലുകൾ പിശാചിന്റെ സഹായമില്ലാതെ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച് നിന്റെ മൊബൈലിൽ മൂടി വെച്ച് നീ പോക്കറ്റിലോ സൈഡിലോ നിന്റെ ഹാൻഡ് ബാഗിലോ പെണ്ണെ വെച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന്റെ ഉള്ളിൽ പിശാചിരിക്കുന്നില്ലേ? അല്ലാഹുമ്മ, പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ ഹമസാതി ശയാതീൻ, പിശാചുകളെ ഞങ്ങളുടെ മനസ്സുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. പിശാച് ഞങ്ങളുടെ മസ്തിഷ്കങ്ങളിൽ പിശാച് തരുന്ന മർമ്മരങ്ങളിൽ നിന്ന് പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരണേ പടച്ചവനെ. വഅഊദു ബില്ലാഹി അൻ യഹ്ദുറൂൻ, പിശാച് വരാതിരിക്കാൻ നീ എന്നെ കാക്കണേ അല്ലാഹ്. ഇത് ദുആ ചെയ്ത് പഠിച്ചോളൂ മുഅ്മിനീങ്ങളെ. ഉസ്താദുമാരോട് ചോദിച്ച് എഴുതിച്ചെടുത്ത് പഠിച്ചോളൂ. എപ്പോഴും ചൊല്ലിക്കോളൂ. ഇത് ചൊല്ലേണ്ട കാലമാണ്. അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ദിക്ർ ചൊല്ലണ്ടേ? വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്ർ വേണ്ടേ? ബിസ്മില്ലാഹി വലജിനാ ബിസ്മില്ലാഹി ഖറജിനാ വഅലാ റബ്ബിനാ തവക്കൽനാ. ഇത് ചൊല്ലാതെ വീട്ടിലേക്ക് കടന്നവരല്ലേ? വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിന്ന് ഇറങ്ങി പോകുന്ന മക്കളോട് ചൊല്ലാൻ പഠിപ്പിച്ചില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അല്ലാഹുവേ, വീടിന്റെ പടിവാതിൽ ഇറങ്ങി പുറപ്പെടുന്നവനാണ് ഞാൻ. അല്ലാഹുവേ, വീടിന്റെ പടിവാതിൽ ഇറങ്ങി പുറപ്പെടുന്ന കോളേജ് കുമാരിയാണ് പടച്ചവനെ ഞാൻ. എന്നെ കാക്കണേ. അൻ അദില്ല, ഞാൻ വഴിപിഴച്ചു പോകാതെ കാക്കണേ. ഔ ഉദല്ല, അല്ലെങ്കിൽ എന്നെ വഴിപിഴപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പഴപ്പിക്കുക, ഇത് വരാതെ കാക്കണേ അല്ലാഹ്. ഔ അസില്ല ഔ ഉസല്ല, എനിക്ക് കാലിടറുകയോ ഞാൻ ആരെങ്കിലും കാലിടർത്തുകയോ ചെയ്യുന്നത്, ഔ അദില്ല ഔ അദ്ലമ ഔ ഉദ്ലമ, ഞാൻ ആരെങ്കിലും ആക്രമിക്കുകയോ ഞാൻ ആക്രമിക്കപ്പെടുകയോ ചെയ്യാതെ കാക്കണമേ. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്നോട് വിവരക്കേട് ആരെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് നീ എനിക്ക് കാവൽ തരണേ എന്ന് ചോദിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? വീടിന്ന് പുറത്തിറങ്ങിയാൽ മക്കളുടെ കോലം എന്താണെന്നറിയോ? കുട്ടികൾ സ്കൂളിൽ പറഞ്ഞ് പോവാണ്. എങ്ങോട്ടാണ് ഇവർ പോകുന്നറിയോ? ഇവിടെ സ്കൂളിൽ കൂടെ ഇരിക്കുന്ന കുട്ടി കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? കൂടെ വരുന്ന കുട്ടി അവന്റെ ബാഗിലോ
ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഇതില്ലാതെ കാവൽ കിട്ടുകയില്ല മുഅ്മിനേ. അല്ലാഹുവിന്റെ സഹായമില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ലോകമാണ്. മദ്രസകളിൽ 10ഉം 12ഉം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടികൾ കണ്ടവന്റെ കൂടെ ജാതിയും മതവും നോക്കാതെ ഓടിപ്പോയ കഥകൾ മുമ്പിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് ധൈര്യത്തോടെ അന്തി ഉറങ്ങാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമ്മുടെ മക്കൾ പഴക്കില്ലെന്ന് പറയാ? എത്രയോ നല്ല മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ കള്ളു കുടിച്ച് മത്ത് പിടിച്ച് വരുന്നില്ലേ? അല്ലേ? കുടിച്ച് പൂസാമെന്നൊക്കെ പറയില്ലേ? നമ്മുടെ മക്കൾ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ അവനെ താരാട്ട് പാടി ചൊല്ലി, അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉറങ്ങിയ ഉമ്മയുടെ മുമ്പിലേക്ക് കള്ളു കുടിച്ചാടി വരുന്ന നേരം എന്റെ മുസ്ലിമേ, ആ ഉമ്മയുടെ മനസ്സിന്റെ വേദന ഇവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. ആ വാപ്പയുടെ വേദന ഇവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. എന്തേ? പിശാച് തട്ടിയെടുത്തതാണ്. വഴിയിലേക്ക് ചെന്നപ്പോ പിശാച് തട്ടിയെടുത്തതാ. ചില കൂട്ടുകാരുടെ ഇടയിൽ ചെന്ന് പെട്ടപ്പോ പിശാച് തട്ടിയെടുത്തതാ. ചില ക്ലബിൽ പോയി പെട്ടപ്പോ പിശാച് തട്ടിയെടുത്തതാണ്. ചില ഗ്യാങ്ങിൽ ചെന്ന് പോയി പെട്ടപ്പോ. അതുകൊണ്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കേണ്ട കാലമാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാതീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്നും, വഅഊദു ബിക അൻ യഹ്ദൂൻ, അവർ എന്റെ അരികത്ത് വരാതെയും കാക്കണേ അല്ലാഹ്. പിശാചിനെ കാക്കണേ. ഇന്ന് മക്കൾ ചെയ്യുന്നത് പിശാച് വന്ന പിശാച് പോവാതെ ലോക്ക് ചെയ്തിരിക്കുക. വീടിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്യുന്നതിന് ഉള്ളിൽ ഒരു പിശാച് പുറത്തു കൊണ്ട. ഉമ്മ വന്ന് മോനെ വാതിലിറക്കം തുറക്കൂല. വാപ്പ ജയിക്കണ്ട, മോനെ സുബഹിസ്കരിക്കണ്ടേ. എന്ത് സുബഹി? കിടന്നുറങ്ങിയത് രാവിലെ 4 മണിക്കാ. അതുവരെ തോന്നിവാസം കണ്ട് കിടന്നതാണ്. കണ്ടവനോ കണ്ടവൾക്കോ വിളിച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലേ? അവൻ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ ഉറങ്ങുമ്പോ? ഉദു കൊടുത്തിട്ടുണ്ടോ ഉറങ്ങുമ്പോ? വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നതാണോ അവൻ കാണുന്നത്? ഓരോരുത്തർക്ക് റൂം കൊടുത്തിരിക്കല്ലേ? വാപ്പ താഴെ റൂമില്, ഉമ്മ ഇപ്പുറത്ത്, പെങ്ങൾ ഏതോ ഒരു മൂലയില്, മകൻ കിടക്കുന്നത് വടക്കേ മുറിയില്. യാ അല്ലാഹ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ വീടിന്റെ സൗകര്യങ്ങൾ തന്നതിൽ അല്ലാഹു മനുഷ്യനെ പരീക്ഷിച്ചിട്ടില്ലേ? മക്കൾ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. വാപ്പാക്ക് പോലും ചോദിക്കാൻ വയ്യ. ഒന്ന് ഇറങ്ങിച്ചെന്ന് എന്താണ് മോനെ പണി എന്ന് ചോദിക്കാൻ. എന്റെ മക്കൾ ചെയ്യുന്നറിയോ? ആ റൂമിൽ വന്ന സർവ്വ പിശാചിനും പോകാൻ ഇടം കൊടുക്കാതെ ജനലും അതിൽ അടച്ചുകൊണ്ടിരിക്കുക. സൗണ്ട് പോലും പുറത്തേക്കണ്ട. പിശാചിന്റെ ഉള്ളിൽ നിന്ന് വിടാതിരിക്കുന്ന മക്കൾ. യാ അല്ലാഹ്, അങ്ങനെയാ പെൺകുട്ടി ഉമ്മയോട് പറഞ്ഞത്. ഉമ്മ അല്ലേ, എന്ത് ചെയ്യണം? മൊബൈൽ ഫോൺ ഇടണം. അമ്മ പൊന്നാര മോളെ, എനിക്ക് എന്തിനാ പോണ ഈ മോള്? എന്തിനാ ഈ നേരത്തെ മോൾക്ക് ഫോൺ? ഒന്നുമില്ല അമ്മ, തഹജ്ജുദ് നിസ്കരിക്കാൻ അലാറം വെക്കാൻ അമ്മയുടെ ഫോൺ തരും. എന്നിട്ട് ഓൾ മിസ് കോൾ അടിച്ചിട്ട് അവന്റെ ചെക്കന്. എന്നിട്ട് നേരെ മോൾക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ. ഉമ്മാന്റെ ഫോണിൽ ബാലൻസ് പോയിട്ടില്ല, മറ്റവന്റെ ബാലൻസാ പോയത്. ഇവള് മിസ് കോൾ അടിച്ചു. എന്തിനാന്നറിയോ? ഉമ്മാനുടെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ വാങ്ങി വെച്ച പെൺകുട്ടിയാണ്. യാ അല്ലാഹ്, ഈ ലോകത്ത് അവർ ജീവിക്കുന്നത്. പിന്നെ ചുംബനക്കഥയൊന്നും ഞാൻ പറയുന്നില്ല, അല്ലേ? കാസർഗോഡ് കൊന്ന കട്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞാലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വാശി വന്നാൽ ഇതിന്റെ ശരിയായ വശം മനസ്സിലാവാതെ ഒരു വാശിക്കൊന്നും ചെയ്യണ്ടേ. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളി. അള്ളാഹ്ക്ക് വേണ്ടി നിയമം കയ്യിലെടുക്കുകയും ചെയ്യും. നമുക്കതിന് അവകാശമില്ലല്ലോ. വീട്ടിൽ നിന്ന് ഉമ്മാരുടെ തലോടൽ കിട്ടാതെ വന്ന മക്കൾ, ഉമ്മ ഫുൾ ടൈം സീരിയലിന്റെ മുമ്പിലാണ്. കുട്ടിക്ക് ഉമ്മാന്റെ തലോട് കിട്ടിയിട്ടില്ല. ആ കുട്ടിക്ക് പിന്നെ തെരുവിൽ നിന്ന് ചുംബനം വേണ്ടി വരും. അതാണ് വിഷയം. വാപ്പ കുട്ടിയെ ആഞ്ഞു പിടിച്ചു, നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ദുആ ചെയ്ത് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഞാൻ എപ്പോ വന്നാലും എന്റെ ഉപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും എന്റെ 2 നെറ്റിത്തടങ്ങൾക്കിടയിൽ, എന്റെ കണ്ണുകൾക്കിടയിൽ ഹബീബ് ചുംബിക്കാതെ എന്നെ സ്വീകരിച്ചിട്ടില്ല എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. വാപ്പയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ട്, ഉമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ട്. ഉമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്. വാപ്പയുടെയും ഉമ്മയുടെയും കൈ പിടിച്ച് മക്കൾ ചുംബിക്കണമെന്ന് പഠിപ്പിച്ച ദീനല്ലേ നമ്മുടെ ദീന്, അല്ലേ? ഉമ്മാക്ക് സലാം പറയുമ്പോ കൈ പിടിച്ച് ചുംബിക്കണം. വാപ്പാക്ക് സലാം പറയുമ്പോ കൈ പിടിച്ച് ചുംബിക്കണം. ആര്? മക്കൾ ചെയ്യണമെന്ന് പഠിപ്പിച്ച ദീനാണിത്. മഹത്തുക്കളായ ആളുകളുടെ കൈ പിടിച്ച് ചുംബിക്കണ്ടേ? മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ കൈ ചുംബിച്ചുകൊണ്ട് കരഞ്ഞിട്ടില്ലേ? കൂലിപ്പണിക്കാരനായ ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നപ്പോ ആ കൈകളിലെ പരിക്കനായ കൈയാണ് കൂലിപ്പണിയെടുത്ത് കൈയിന്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പരിക്കൻ കൈയുള്ള ഒരു സ്വഹാബി പ്രായമായ
ഹബീബ് പറഞ്ഞു തിൽക യദുൻ യുഹിബ്ബുഹല്ലാഹു വറസൂലുഹു, ഇത് അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമുള്ള കൈയാണ്. അധ്വാനിക്കുന്ന മനുഷ്യന്റെ കൈ ചുംബിച്ചോ. കൂലിപ്പണിയെടുത്ത് കുടുംബത്തെ പോറ്റാൻ വേണ്ടി നടക്കുന്ന ആളുകൾ അഹ്ലു ബൈത്തിനെ കണ്ടപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന കൊച്ചു തങ്ങൾ കുട്ടി നബിയുടെ വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങളുടെ പ്രായം 13 വയസ്സാണ്. നോക്കണം, ആ മഹാനായ സ്വഹാബിയെ, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഇവരൊക്കെ കാണുമ്പോൾ ആ കൈ പിടിച്ച് ചുംബിക്കുകയും ഹാകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വഹാബികൾ പറഞ്ഞിട്ടില്ലേ? ഈ ചുംബനൊക്കെ നഷ്ടപ്പെടുമ്പോഴാ തെരുവിലെ ഹറാമിന്റെ ചുംബനത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നത് അല്ലേ? നബിയേ നബിയേ, അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹു എന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നുമല്ല, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ. നിന്റെ സ്വന്തം ഉമ്മയും ബാപ്പയും നിന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉമ്മാക്കും ബാപ്പാക്കും നിന്നോട് പൊരുത്തമാണെങ്കിൽ അല്ലാഹു നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അതിലർത്ഥം. എങ്ങനെ? നിന്റെ ഉമ്മയും ബാപ്പയും നിന്നോട് പൊരുത്തത്തിലാണ്, ഉമ്മാക്കും ബാപ്പാക്കും നിന്നോട് ഇഷ്ടമാണെങ്കിൽ അവർ ആ കാണിക്കുന്ന സ്നേഹം അല്ലാഹുവിന്റെ അർശ് തട്ടി വരുന്ന സ്നേഹമാണ്. വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ദേഷ്യമാണെങ്കിൽ അത് അല്ലാഹുവിന് നിന്നോട് ദേഷ്യമാണെന്നതിന്റെ അടയാളമാണ്. ആ ഉമ്മയുടെ ബാപ്പയുടെ കൈപിടിച്ച് ചുംബിക്കേണ്ടതിന് പകരം അന്യ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈപിടിക്കാൻ, അവരുടെ ചുണ്ടുകളിൽ ചുണ്ടുവെക്കാൻ, പരസ്യമായി അല്ലാഹുവിന്റെ നിയമത്തെ ലംഘിക്കാൻ വിവരമില്ലാത്ത മുസ്ലിം പേരുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ദുആ ചെയ്തോളി, അല്ലാഹുവേ ഇന്നാ നഊദു ബിക മിൻ ഹമസാത്തി ശയാതീൻ. ഈ പിശാചുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർവൃത്തികൾ നാളെ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയും നമ്മുടെ സ്വന്തം മക്കൾ കണ്ടവനെ പരസ്യമായി ചുംബിക്കുന്ന അവസ്ഥ വരുന്നതിൽ നിന്ന് അല്ലാഹുവേ, ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഈ സമൂഹം കണ്ടുപഠിക്കുകയും അങ്ങനെ ഈ സമൂഹത്തിൽ തോന്നിവാസം പ്രചരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യണം. വനഊദു ബില്ലാഹി അൻ യഹ്ദുറൂൻ, ഈ പിശാചുക്കളെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാതെ കാക്കണേ. അതല്ലേ പിന്നെ ദുആന്റെ അർത്ഥം? പിശാചുക്കൾ വരാതിരിക്കാനും നീ ഞങ്ങളെ കാക്കണേ, പിശാച് വരാതെ നീ ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യണം. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ കാവൽ ചോദിക്കേണ്ട കാലമാണിത്. തുഅറദുൽ ഫിതനു, ഫിത്നകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്, എന്റെ ഉമ്മത്തിന്റെ നാശം വരുന്ന കാലം, എന്റെ ഉമ്മത്ത് നശിച്ചു പോകുന്ന കാലം അവരവരുടെ സംസ്കാരത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ്. സംസ്കാരം മാറിയാൽ അല്ലാഹു ലോകത്തെ നശിപ്പിക്കും. അതുകൊണ്ടാ കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാ വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഡാൻസുകളും കൂട്ടുകളും നീ കേൾക്കല്ലേ കാണല്ലേ എന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് 15 വസ്തുതകൾ എണ്ണിയിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ഇതെങ്ങാനും സംഭവിച്ചാൽ ഫർതഖിബു ഇൻദ ദാലിക സൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബഅ കനിളാമിൻ ബാലിൻ ഖുതിഅ സിൽകുഹു ഫതതാബഅ. ഒരു മാലയുടെ ചരട് പോയി ആ മാലയിലെ മുത്തുമണികൾ ഒന്നൊന്നായി വീഴുന്ന പോലെ ഒരു പരീക്ഷണം കഴിഞ്ഞാൽ മറ്റൊരു പരീക്ഷണം, ഒരു ഇറാഖ് കഴിഞ്ഞാൽ ഒരു അഫ്ഗാൻ, ഒരു അഫ്ഗാൻ കഴിഞ്ഞാൽ ഒരു ഇറാഖ്, ഒരു ഇറാഖ് കഴിയുമ്പോൾ ഒരു ലിബിയ, അത് കഴിയുമ്പോൾ ഒരു മിസ്ർ, അത് കഴിയുമ്പോൾ ഒരു സിറിയ. ഇങ്ങനെ ഓരോന്നോരോന്നായി മുസ്ലിമീങ്ങൾക്ക് ഫിത്നകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കാൻ കാരണം നിങ്ങൾ കള്ളുകൂടി തുടങ്ങിയത് കൊണ്ടാണ്. അത്ഭുതമല്ലേ ഈ ഹദീസ്? ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതിയിൽ മാറ്റം വരുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആഗോള താപനം, ഇത് ഗ്ലോബൽ വാർമിംഗ് ആണ്. അല്ലാഹുവിന്റെ താക്കീതാണ്, അല്ലാഹുവിന്റെ താക്കീതാണ്. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടലുകൾ കരയിലേക്ക് ഒഴുകുന്ന കാലം, നമ്മുടെ 4000 നിൽക്കുന്ന കടൽ ജലം അല്ലാഹു 2 മീറ്റർ ഉയർത്തിയാൽ ലോകത്തെ സർവമാന കപ്പൽ തുറമുഖങ്ങളും വെള്ളത്തിന്റെ അടിയിലാണ്. മനുഷ്യന്റെ തിന്നാൻ പിന്നെ അരി വരൂല അല്ലേ? ഫ്ലൈറ്റുകൾക്ക് യാത്ര ചെയ്യാനല്ലാതെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായത് ഒന്നുമേ കൊണ്ടുകൊടുക്കാൻ കപ്പലുകൾക്ക് സാധിക്കാതെ വന്നാൽ മനുഷ്യന്മാർ പട്ടിണി കിടന്ന് മരിക്കൂലേ? അങ്ങനെ ഒരു ആഗോള താപനം, കടലിന്റെ
മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ് അല്ലാഹുവുമായി മനസ്സ് കൊടുക്കേണ്ടവനാണ് മുസ്ലിം. അല്ലാഹുവിന്റെ അടിമയാണവൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അന ലില്ലാഹി അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. വ അന ഇലൈഹി റാജിഊൻ, ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ആളാണ്. ഈ ബോധം മനസ്സിലുണ്ടായി ജീവിക്കേണ്ട മുസ്ലിം ഇവിടുത്തെ യൂറോപ്യന്മാരോ പാശ്ചാത്യന്മാരോ അമേരിക്കക്കാരനോ കനേഡിയൻസോ ജീവിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ മക്കളും കള്ളുകുടിയന്മാരും വ്യഭിചാരികളുമായി പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങളുടെ മുൻഗാമികൾ കാണാത്ത രോഗങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും. നിങ്ങളുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. എപ്പോഴെന്നറിയുമോ? ഇദാ ഫശാ ഫീകുമുൽ ഖുബ്സു, വ്യഭിചാരം നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ അല്ലാഹു നിങ്ങൾക്ക് മുൻ സമൂഹങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് നിങ്ങളുടെ വീടുകളിലേക്ക്, തെരുവുകളിലേക്ക്, ആശുപത്രികളിലേക്ക് മനുഷ്യൻ കണ്ടാൽ ഇറക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരാനുള്ള കാരണം റബ്ബിന്റെ നിയമം നിങ്ങൾ കാറ്റിൽ പറത്തുമ്പോഴാണ്. എന്തേ കാരണം അറിയോ? ഇത് റൂഹും ശരീരവും ഉണ്ട്, ഇവിടെ ആത്മാവും ശരീരവും ഉണ്ട്. ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലേ, ചിക്കൻ കഴിക്കുന്നുണ്ട്, മട്ടനുണ്ട്, ഫിഷ് ഉണ്ട് അല്ലേ, പത്തൽ കഴിക്കുന്നുണ്ട്, ചോറുണ്ട്. ഇതൊക്കെ ശരീരത്തിന്റെ ഭക്ഷണമാണ്. ആത്മാവിന്റെ ഭക്ഷണം കൊടുത്തോ? ഷവർമയും കെൻടക്കിയും കഴിച്ചപ്പോ നീ കൊടുത്തത് ശരീരത്തിന്റെ ഭക്ഷണമാണെങ്കിൽ നിന്റെ ആത്മാവിന് വേണ്ടത് സുബ്ഹി നിസ്കാരമാണ്, നിന്റെ റൂഹിന് വേണ്ടത് ദുഹർ നിസ്കാരമാണ്, അസറാണ്, മഗ്രിബാണ്, ഇശാഅാണ്, ജുമുഅയാണ്, ഖിയാമുൽ ലൈലാണ്. ഇതൊക്കെ നീ നഷ്ടപ്പെടുത്തിയാൽ മനസ്സിന് സമാധാനമില്ലാതെ നെട്ടോട്ടമോടേണ്ടി വരും. നെട്ടോട്ടമോടും. ആ ഓടിയിട്ട് അല്ലാഹുവിലേക്ക് തിരിച്ചു വന്നാലാണ് മനസ്സിലാവുക ഞാനിപ്പോൾ എത്ര വലിയ കുഴിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്ന്. നമ്മുടെ കയ്യിലുണ്ടാവും, അതിന് വില മനസ്സിലാകുന്നില്ല. തിന്മയിൽ നിന്ന് വരുമ്പോൾ അതുകൊണ്ട് അമേരിക്കക്കാരനായ ഒരു ഡ്രഗ് അഡിക്റ്റ് അദ്ദേഹം മുസ്ലിമായി വന്നു. പിന്നെ അദ്ദേഹം പറയാ, a religious person is someone who is afraid to go to hell. നരകത്തിലേക്ക് പോകാൻ പേടിക്കുന്ന ആളാണ് ഒരു മതവിശ്വാസി. നരകത്തിലേക്ക് പോകാൻ പേടിയാണ്, അതുകൊണ്ട് നിസ്കരിക്കാൻ. അദ്ദേഹം പറഞ്ഞു, സ്പിരിച്വൽ പേഴ്സൺ, ആത്മീയത കിട്ടിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ who had been to hell and never wants to go back. നരകത്ത് ഒരിക്കൽ പോയി വന്നത് ഇനി ഞാൻ അങ്ങോട്ടില്ല എന്ന് പറയുന്ന ആൾ തിന്മ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങി വരുമ്പോ മനുഷ്യന്റെ ഒരു സമാധാനവും ഒരു സന്തോഷവും വരാനുണ്ട്. അത് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ കിട്ടുള്ള മുഅ്മിനെ. സ്വല്ലു അലൽ നബി മുഹമ്മദിൻ. സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, അവര് ഓരോ 3 മിനിറ്റിലും ഓരോ പോൺ സൈറ്റുകൾ, തോന്നിവാസത്തിന്റെ വ്യഭിചാരത്തിന്റെ സൈറ്റുകൾ പ്രത്യക്ഷപ്പെടുന്ന കണ്ടെത്തിയിട്ട് പറയാം, ഒരു ദിവസം മിനിമം 100 വ്യഭിചാരത്തിന്റെ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിന്മ ഇല്ലാത്തൊരു ലോകത്ത് ജീവിക്കാൻ പറ്റും. ഈ തിന്മന്റെ ഇടയിൽ നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കണം. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഇടയിൽ നമുക്ക് ജീവിക്കണം മുസ്ലിമായിട്ട്. അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടികളും അള്ളാഹുവിനെ പേടിച്ച് അന്തസ്സിൽ തലമറച്ച് ശരീരം മറച്ച് ശരീരത്തിന്റെ വർണ്ണമോ നിറമോ കാണിക്കാതെ ശരീരത്തിന്റെ അവയവത്തിന്റെ ചേരുകോലങ്ങൾ കാണിക്കാതെ അച്ചടക്കത്തോടെ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികൾ മുസ്ലിമീങ്ങളിൽ വേണം. മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെയാണ്. മുസ്ലിം ചെറുപ്പക്കാർ കണ്ടാൽ ഒരു മുസ്ലിമാണെന്ന് തോന്നാൻ, ഹിപ്പിയാന്ന് തോന്നുന്നത് കണ്ടാൽ നല്ല അന്തസ്സുള്ള മുസ്ലിമായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർ വേണം. തോന്നിവാസം നിർത്തിവെക്കാൻ കഴിയില്ല ലോകത്ത്. ലോകത്തിന്റെ സെറ്റപ്പ് അങ്ങനെയാണ്. അല്ലാഹു അങ്ങനെയാണ് ലോകത്തെ പടച്ചത്. അപ്പോഴാണ് മനുഷ്യന്റെ പരീക്ഷണമുള്ളൂ. അല്ല, ഇവിടെ എല്ലാവരും മലക്കുകൾ നടക്കുന്ന പോലെ ജീവിക്കുന്ന ലോകമാണെങ്കിൽ എന്തിനാണ് അല്ലാഹു സ്വർഗം എന്ന വലിയ സമ്മാനം തരേണ്ട ആവശ്യം? സമ്മാനം തരുന്ന പക്ഷെ അധ്വാനം വേണ്ടേ? തെറ്റുത്തരോ ചരിത്രം ഉണ്ടായിട്ട് ചരിത്രം എഴുതുന്ന കുട്ടികളെ നമ്മൾ മാർക്ക് കൊടുക്കുള്ളൂ. ആ കുട്ടികളെ ജയിക്കണത് അല്ല, ആകെ ചരിത്രം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ? അപ്പൊ തെറ്റുകളില്ലാത്തൊരു ലോകം ഇനി വരാൻ പോണില്ല എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കണം. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാൻ പറ്റണം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സഹാബി വന്ന് പറഞ്ഞു, നബി, ഒരു സഹാബി ഇങ്ങനെ വരുന്നു. സഹാബിയുടെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ ചോര ഒലിക്കുന്നുണ്ട്. നെറ്റി പൊളിഞ്ഞിട്ടേ ചോര വരുന്നുണ്ട്. തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി?
ഒന്നുമില്ല നബിയുടെ കഥ പറയണ്ട. ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു പെണ്ണിനേറ്റ് ലോഹ്യത്തിലായിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനിപ്പോൾ മുസ്ലിമായി. ഞാൻ അവളോട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷെ നബിയെ ഞാനിങ്ങനെ വരുന്ന വരവിലെ അവളിൻ്റെ എതിരിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ സലാം പറഞ്ഞിട്ടില്ലേ? എൻ്റെ കുടുംബങ്ങളോട് സലാം പറയൽ ഹറാമോ? പൊന്നു സഹോദരന്മാരെ, അമ്മായിൻ്റെ മക്കളെ മുത്തമ്മാൻ്റെ മക്കളെ സലാം പറയാൻ നിൽക്കണ്ടേ? അതുപോലെ ഹറാമാണെങ്കിൽ പിന്നെ നിങ്ങളെ ബാക്കി വർത്താനങ്ങളൊക്കെ എന്താ നിങ്ങൾ മനസ്സിലായിക്കോളൂ. അവളിങ്ങനെ പോയി, ഞാനൊന്നും മിണ്ടിയില്ല. അവളിങ്ങനെ പോയപ്പോ ഞാനിങ്ങനെ നോക്കി അവളുടെ ബാക്കിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടന്നു. അങ്ങോട്ട് നടന്ന് ഒരു ചുമരുമ പോയി മുട്ടിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ പറ്റിയ ചോരയാണ് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണെന്ന് അറിയോ? ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അജ്ജല തൂബതഹു ഫിദ്ദുനിയാ. അല്ലാഹു ഒരു മനുഷ്യനെ ഖൈർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ ശിക്ഷ അല്ലാഹു ഇവിടെ തന്നെ കൊടുക്കും. അർത്ഥം എന്താണെന്നറിയോ? ആ നോക്കിയതൊരു കുറ്റമായിരുന്നു. സ്വഹാബികൾ മഅ്സൂമികളായിട്ടല്ല, സ്വഹാബികൾ മഅ്സൂമുകളല്ല. പക്ഷേ അവർ തെറ്റുപറ്റിയാൽ തൗബ ചെയ്ത് മടങ്ങും. തെറ്റ് പറ്റൂല എന്നല്ല, സ്വഹാബത്തിന് തെറ്റ് പറ്റാം. പക്ഷേ അവർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്, അല്ലാഹുവിലേക്ക് തിരിച്ചു നടത്തുന്നവരാണ് അവർ. നമ്മളെ പോലെയല്ല, ചാരല്ല, അങ്ങനെയല്ല. ആ നോക്കിയത് പോലും തെറ്റായിരുന്നു. മദീനത്തെ പള്ളിയിലേക്ക് ജുമുഅക്ക് വരുമ്പോഴാണ് ഒരു സ്വഹാബിയുടെ കണ്ണ് ഏതോ തന്റെ മുമ്പിലൂടെ വഴിയിലൂടെ നടക്കുന്ന ഒരു പെണ്ണിന്റെ കാലിലുള്ള പർദ്ദ എന്ന് പൊങ്ങിയപ്പോൾ കാലിലെ പാദസരം കണ്ണുകൊണ്ടൊന്ന് കണ്ടുപോയി. മദീനയിലെ തെരുവുകളിലൂടെ ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോ കണ്ണുകൾ അയച്ചുവിടുന്ന മുസ്ലിമേ, എന്റെ ഉംറയുടെ കൂലി എത്രയാണ്ടാവുക അല്ലേ? തവാഫ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അന്യനാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ തവാഫിന്റെ കൂലി ഇവിടെ? അള്ളാഹിന്റെ ഹറമിൽ ചെന്നിട്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട്, കഅബയുടെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ യദാണ്, അള്ളാഹുവിന്റെ കരമെന്ന പോലെ മനസ്സിലാക്കണം. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. ആരുടെ കൈയായിട്ടല്ല, പക്ഷേ അത് റബ്ബിന്റെ വലിയൊരു നിഅമത്തും അള്ളാഹുവിന്റെ വലിയൊരു സൃഷ്ടിയുമല്ല, സ്വർഗ്ഗത്തിലെ കല്ലല്ലേ. ആ കല്ല് നിൽക്കുന്ന മതാഫിൽ നിന്നിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കൈപ്പിലൂടെ തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ ചെയ്ത ഉംറയുടെ പൈസ നീ വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? എന്താണ് അതൊക്കെ? അള്ളാന്റെ ഹറമിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ് കാസർകോട്ടേക്ക്. ഞാനിപ്പോ തവാഫ് കഴിഞ്ഞിട്ടോ സായിദ്, അള്ളാന്റെ പള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ? അവിടെ നിന്നാണ് നീ പിക്ചർ ഉപയോഗിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ റൗദ ശരീഫിലൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഭവ്യതയോടുകൂടെ സലാം പറഞ്ഞ് ഹബീബിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സ്വാഹിബയിലേക്ക് ശ്രദ്ധിക്കുന്നവർക്കും അമൃതങ്ങൾക്കും സലാം പറഞ്ഞ് പോരേണ്ട നേരത്ത് അഷ്റഫുൽ ഖൽഖിന്റെ മുഖത്തേക്ക് ക്യാമറ വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ എന്ത് സിയാറത്താ ചെയ്തത്? എന്ത് ഉംറയാണ് നിന്റെ ഉംറ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നീ സംസാരിച്ചില്ലേ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി. പുണ്യ റസൂൽ കടന്നുറങ്ങുന്ന റൗളയുണ്ട് അവിടെ. ഹബീബോട് സംസാരിക്കുന്നില്ല. എന്റെ ഹബീബിന്റെ സംസാരത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നാൽ അൻതഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയാത്ത വിധം നിങ്ങൾ ചെയ്ത സർവ്വ അമലും പൊളിഞ്ഞു പോകും. റസൂലുള്ളാഹിന്റെ റൗളയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. മുഅ്മിനേ, മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഖുതുബക്ക് കാത്തിരിക്കുന്ന നേരത്ത് നാട്ടുകാർക്കോ വിശേഷപ്പെട്ടവർക്കോ നീ ഫോൺ ചെയ്യുകയോ ഫോൺ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹറമിൽ നിന്ന് അറ്റൻഡ് ചെയ്യുകയോ ചെയ്താൽ പോയില്ലേ നിന്റെ കൂലികൾ? എന്താണിതൊക്കെ? ആ ലോകത്താണ് പിന്നെ കണ്ണിനെ അഴിച്ചുവിടുന്നത്. ഹറമിന്റെ മുറ്റത്ത് പെണ്ണുങ്ങളായേക്കാം, അന്യ നാട്ടുകാരുണ്ടാകില്ലേ? കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാറുണ്ടോ? മദീനയിലെ പള്ളിയിലേക്ക് ഖുതുബ കേൾക്കാൻ വരുന്ന ഒരു സ്വഹാബി എന്റെ മുമ്പിലൂടെ നടന്നു പോയ ഏതോ ഒരു പെണ്ണിന്റെ കാതിലെ പാദസരം കണ്ണിൽ കണ്ടു. പാദസരം മുഖം പോലുമല്ല, കാലിലെ വസ്ത്രം കാറ്റുകൊണ്ടൊന്ന് പൊങ്ങിയപ്പോൾ കാലിലെ പാദസരം കണ്ടുപോയപ്പോ ജുമുഅക്ക് പോകുന്ന തിരക്കിൽ പടച്ചോനെ പുറത്തു തരണേ എന്ന് തൗബ ചെയ്യാൻ സാധിക്കാതെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ ഖുതുബകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വഹാബികളുണ്ട്, അവിടെ താബഈങ്ങളുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ കാലത്ത് ഖുതുബകൾ നടക്കുമ്പോ ഈ സ്വഹാബിനെ പള്ളിയിലേക്ക് ഒന്നിങ്ങനെ കയറിയിരിക്കാൻ ഖുതുബന്റെ ഇടയിലുള്ള ഉസ്മാൻ തങ്ങൾ ഒരു സെന്റൻസിനെ പറയുന്നത്, ഒരു ജുംല
കണ്ണിൽ വ്യഭിചാരമുണ്ടല്ലോ, കണ്ണിൽ വ്യഭിചാരം കൊണ്ട് നടന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരികയാണോ? ഈ സ്വഹാബി പേടിച്ചു പോയിട്ട് അറിയാതെ ചോദിച്ചു പോയി, അവഹയുൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് വഫാത്തായി പോയിട്ട് ഇനിയും അങ്ങാടിയിൽ നടക്കുന്നതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്ന പോലെ വഹി വരുന്നുണ്ടോ ഉസ്മാൻ? അങ്ങാടിയിലൂടെ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഏതോ ഒരു പെണ്ണിന്റെ കാലിലേക്ക് നോക്കിയതും പാദസരം കണ്ടുപോയതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് ചെയ്ത ദുൽമാണ്, തെറ്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് ഈ സ്വഹാബി ചോദിക്കുന്നത്, വഹി വരുന്നുണ്ടോ ഉസ്മാൻ? മിമ്പറിൽ നിൽക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടത്? ഞാനാണല്ലോ ഇപ്പോൾ കയറി വന്നത്, എന്റെ കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളമുണ്ടെന്നോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടെ തന്നെ മറുപടിയും കൊടുത്തു, ലാ, ഇത് വഹിയല്ല കേട്ടോ, വലാകിന്നഹാ ഫിറാസത്തുൽ മുഅ്മിനി, ഇത് മുഅ്മിനായ മനുഷ്യന്റെ നോട്ടമാണ്. ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, മുഅ്മിനായ മനുഷ്യന്റെ നോട്ടം നമുക്ക് സൂക്ഷിക്കണേ. അവർ നോക്കുന്നത് അല്ലാഹു നൽകുന്ന പ്രകാശം കൊണ്ടാണ് നോക്കുന്നത്. ചില മുഖത്തേക്ക് കണ്ടാൽ നിഫാഖിന്റെ അടയാളം കാണാൻ പറ്റും, ചില കണ്ണിലേക്ക് നോക്കിയാൽ അവൻ ഫോണോഗ്രാഫി കാണുന്ന ആളാണോ അല്ലേ എന്ന് മുഅ്മിനായ മനുഷ്യന്മാർക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന നിന്റെ ദേഷ്യവും അസൂയയും കിബറുമെല്ലാം മുഅ്മിനായ മനുഷ്യന്റെ കണ്ണിലൂടെ അല്ലാഹു നൽകുന്ന പ്രകാശം കൊണ്ട് നോക്കിയാൽ തിരിയും കേട്ടോ. ഇത് മുഅ്മിനായ മനുഷ്യന്റെ നോട്ടമാണ്, മുഖലക്ഷണം പറയലാണ്, ഇത് വഹി വന്നതല്ല. എന്റെ മുഅ്മിനെ ആലോചിക്കണം. നിന്റെ മൊബൈൽ ഫോണിലോ, നിന്റെ സ്ക്രീനിലോ, നിന്റെ ടിവിയിലോ, നിന്റെ ഡെസ്ക്ടോപ്പിലോ, നിന്റെ ലാപ്ടോപ്പിലോ നീ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും കാണുന്ന തോന്നിവാസങ്ങൾ ഉസ്മാൻ തങ്ങൾ അങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഉമർ തങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ പള്ളിയിലേക്ക് കയറാൻ നമ്മൾ സമ്മതിക്കുമായിരുന്നോ? അല്ലാഹുവിന്റെ ഹറമിലേക്ക് ഉംറക്ക് വന്നാൽ അല്ലാഹുവിന്റെ ഹറമിൽ ചവിട്ടണ്ട എന്ന് നമ്മുടെ കണ്ണിലേക്ക് നോക്കിയാൽ അഷ്റഫുൽ ഖൽഖ് പറയുമായിരുന്നില്ലേ? ഉസ്മാൻ തങ്ങളാണ് ഏതോ ഒരു പെണ്ണിന്റെ കാലിലെ പാദസരം കണ്ടുവന്ന സ്വഹാബിയോട്, കണ്ണിൽ വ്യഭിചാരം കൊണ്ട് ഇങ്ങനെ കയറി വരികയാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ചിന്തിപ്പിക്കണ്ടേ മുഅ്മിനെ? ആലോചിക്കേണ്ടേ മുഅ്മിനെ? കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. നബിയെ പറഞ്ഞു കൊടുക്കണം, കുല്ലിൽ മുഅ്മിനീന, ഈമാനുള്ള പുരുഷന്മാരോട് പറയണം. ആരായി പുരുഷന്മാർ എന്നറിയോ? സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടി മുതൽ ഇന്നത് മനസ്സിലാക്കണം. താടിമീശി വന്നവരെന്ന് മാത്രമല്ല, വലത് കൈ ഇടത് കൈയിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടോ? യുമയ്യിസുൽ യമീന മിനൽ യസാർ, ഇടതേതാണ് വലതേതാണെന്ന് തിരിയാൻ തുടങ്ങിയാൽ ആ മക്കളോട് നിസ്കരിക്കാൻ പറയണമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ശറഅ കാണുന്നത് നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിയാനായിട്ടുണ്ടോ, നീ പുരുഷനായിട്ട് തന്നെ കണക്കാക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൻ നൂറിലൂടെ മനോഹരമായ ഒരു ആയത്ത് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങളുടെ അമൃത്തുകൾ, നിങ്ങളുടെ ഭംഗിയോ, നിങ്ങളുടെ അലങ്കാരങ്ങളോ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കരുത്, അല്ലേ? പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വെളിവാകുന്ന കൈയിന്റെ സാക്ക് വരെ, കാലിന്റെ സാക്ക് വരെ, അല്ലെങ്കിൽ തലമുടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അനുവാദമുള്ളവർ നിങ്ങളുടെ വാപ്പമാർ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ പെങ്ങള്, അല്ലെ നിങ്ങളുടെ ജ്യേഷ്ഠത്തി, നിങ്ങളുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് ഖുർആനിന്റെ പല അർത്ഥം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ കലാം, അല്ലാഹു ഉപയോഗിക്കുന്ന വാക്കുകളുടെ കണിശതൊന്ന് നോക്കണം. ആർക്കേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ? ഒരു കുട്ടിന്റെ മുമ്പിൽ തലമറക്കാതെ ഒരു പെണ്ണ് നിൽക്കാൻ പറ്റും. എങ്ങനെ കുട്ടീനറിയോ? ലം യദ്ഹറൂ അലാ ഔറാത്തിൻ നിസാ,
മശ്റൂത്തായ ജുംലയാണ്, കണ്ടീഷണൽ ക്ലോസ്. എന്താണെന്നറിയോ? ഔറത്തൊന്നും തിരിയാത്ത കുട്ടി, ആ കുട്ടിന്റെ മുമ്പിൽ ആയിക്കോട്ടെ, അത് കുട്ടിക്ക് വരുന്ന വീഡിയോ ക്ലിപ്പ് കുട്ടിന്റെ കയ്യിലുണ്ട്, മൊബൈൽ കുട്ടിന്റെ കയ്യിലുമുണ്ട്, കുട്ടിന്റെ കയ്യിലുമുണ്ട് നെറ്റുകൾ ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ, അല്ലേ? ഇങ്ങനത്തെ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വകാര്യതകൾ തിരിച്ചറിഞ്ഞ കുട്ടികളെ നിങ്ങൾ വലിയവരെ പോലെ കാണണം എന്ന് പറഞ്ഞ ശരീഅത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നുണ്ടോ? കാതുകൾ സൂക്ഷിക്കുന്നുണ്ടോ? മനസ്സുകൾ സൂക്ഷിക്കുന്നുണ്ടോ? കുല്ലിൽ മുഅ്മിനീന, നബിയേ നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞാൽ യഗുദ്ദൂ, അവരനുസരിക്കുക തന്നെ ചെയ്യും. യഗുദ്ദൂന എന്നല്ല, ഖുൽ യഗുദ്ദൂ, ഖുൽ യഗുദ്ദൂ, അങ്ങയോടുള്ള ആജ്ഞയാണ്, അതിന്റെ ജവാബാണ് നബിയേ യഗുദ്ദൂ. അവർ അങ്ങ് പറഞ്ഞത് അനുസരിക്കുന്നവരാണ്, കണ്ണു ചിമ്മും. റബീഅ ഇബ്നു ഹസിയം റളിയല്ലാഹു തആല അൻഹു പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത്, പടച്ചവനെ കണ്ണിന്റെ കാഴ്ച പോകുന്ന അന്ധതയിൽ നിന്ന് കാവൽ തരണമേ. അങ്ങാടിയിലൂടെ വരുമ്പോ അന്യ പെണ്ണുങ്ങളെ നോക്കാതെ തല താഴ്ത്തി കണ്ണ് പൊട്ടന്മാരായ ആളുകൾ നടക്കുന്ന പോലെ തപ്പിത്തടഞ്ഞ് നടന്നപ്പോ മഹാനായ റബീഅ ഇബ്നു ഹൈതമിനെ കണ്ടപ്പോൾ തഅവ്വദൂ മിനല്ലാഹ്, തഅവ്വദൂ ബില്ലാഹി മിനൽ അമാ, പടച്ചവനെ കണ്ണ് കാണാത്തവരെ പരീക്ഷണങ്ങൾ തരല്ലേ എന്ന്. ആരെ പറ്റി? രണ്ട് കണ്ണുമുള്ള റബീഅ ഇബ്നു ഹദീമിനെ കുറിച്ച്. രണ്ട് കണ്ണുണ്ട്, പക്ഷേ നോക്കിയിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മയ്യിത്തിനെ നിസ്കരിക്കാൻ വേണ്ടി, ജനാസ നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ സ്വഹാബിൽപ്പെട്ട ഒരാള് അവിടെയുള്ള വീടിന്റെ ഉള്ളിലേക്ക് കണ്ണയക്കുകയും വീടിന്റെ അടുക്കളയിൽ ഒരു പെണ്ണിനെ നോക്കുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, ലവിൻ ഫഖഅത് ഐനുക ലകാന ഖൈറൻ ലക, നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ അതായിരുന്നു മോനെ നിനക്ക് ഈ ജനാസ നിസ്കരിക്കാൻ വന്നതിനേക്കാളും ഖൈറ്. നീ അന്യ പെണ്ണിനെ നോക്കുകയല്ലേ. ജനാസക്ക് പോകുമ്പോ ഇത് ഉറൂസിന് വരുമ്പോഴും ബാധകമാണ് സഹോദര, കല്യാണത്തിന് വരുമ്പോഴും ബാധകമാണ്, വഅദിന് വരുമ്പോഴും ബാധകമാണ്. കല്യാണത്തിനോ സദ്യക്കോ കൂടുമ്പോൾ നിനക്ക് കാണാൻ പാടില്ലാത്തവരോട് പാടില്ല. അള്ളാന്റെ നിയമം അതാണ്. നീ അബ്ദാണോ അള്ളാഹ് കടിമയാണോ എന്നാണ് വിഷയം. അള്ളാഹ് പറഞ്ഞത് റബ്ബിന്റെ നിയമം ഇതാ, അതനുസരിക്കാൻ നീ ഒരുക്കമാണോ? മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ. ഈ വാട്സപ്പിലെ മെസ്സേജ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ലേ. കടുത്ത മഴ കാരണം ഈ പരിപാടി ക്യാൻസൽ അയക്കുന്ന ആരാ മെസ്സേജ് വിട്ടിട്ട് ഇല്ലാന്ന് മനസ്സിലായില്ലേ. ഒരു നല്ല ബുദ്ധിയുള്ള കൊടുക്കട്ടെ. എനിക്ക് അങ്ങനെ ഫോണും വന്നില്ല അബുദാബിക്ക്. ഉസ്താദ് നിങ്ങൾ ഈ പരിപാടിക്ക് വരണ്ടെന്ന മറ്റേ ഉസ്താദിന്റെ അഭിപ്രായം, നിങ്ങൾ തോന്നിയ മാതിരി ചെയ്തോളിയെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചു കുറച്ചാൽ കുഴപ്പമില്ല. അപ്പോ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത്, മനുഷ്യന്മാർക്ക് എന്നാ ബോധം തരാതെ എനിക്ക് അറിയാത്തത്. വിദ്യ മാത്രം വലിയ കൊണ്ടുള്ള മനുഷ്യന്മാരുണ്ട്. അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ. നിങ്ങൾ ഓർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണം. ദ്വാരന കൂട്ടത്തില് ഈ വാട്സപ്പ് കുത്തിരുന്നിട്ട് സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്നിട്ട് വീഡിയോ ക്ലിപ്പ് ചെയ്തിട്ട് ഇതിനെ അങ്ങനെ ഉണ്ടാക്കിയുള്ള കുറെ വീഡിയോ ഷോപ്പുകളും ഫിലിമൊക്കെ പഠിച്ച ആൾക്കാരുണ്ട്. ഓർക്കൊക്കെ വേണ്ടി നല്ലോണം ദ്വാരക്കണം. പഠിച്ചോനെ ഹിദായത്ത് കൊടുക്കുറപ്പേ, ഹിദായത്ത് കൊടുക്കുക. പഠിച്ചോനെ നല്ല ബുദ്ധിയും നല്ലതും ചെയ്യാൻ തൗഫീഖ് കൊടുക്കണം. ദ്വാരക്ക് ഇൻഷാ അല്ലാഹ്. അതിന് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. പിന്നെ അപ്പൊ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, നിങ്ങൾ എന്നോട് വേറെ മനുഷ്യന്മാരുടെ കുറ്റൊന്നും ഒന്ന് പറയല്ലേ. നിങ്ങൾ പറയും സ്വഹാബികളോട്, നിങ്ങൾ ആ ഒരു വേറെയുള്ള കുറ്റന്റെ ചെവിയിൽ ഒന്ന് പറയരുതട്ടോ. എന്തെന്നറിയോ? മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ നല്ല മനസ്സോടുകൂടെ ഇറങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരം കാണുന്ന മനുഷ്യന്മാർക്ക് കുഴപ്പമുണ്ട് നമ്മൾ ചെവിയിൽ പറഞ്ഞു കൊടുത്താൽ അത് ആരായാലും ഉസ്താദായാലും സാധാരണക്കാരും ദേഷ്യം വരിക. അത് നിങ്ങൾ എന്നോട് പറയരുതട്ടോ. നബി നിങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരുണ്ട് ദേഷ്യപ്പെടുന്നത്. ആ ഈ ദേഷ്യപ്പെട്ടിട്ട് എങ്ങോട്ടായി പൊട്ടിത്തെറിക്കാൻ പോകുന്നത്? ഖിയാമത്ത് വരെ ചിരിക്കാത്ത മനുഷ്യന്മാരുണ്ട്. സലാം പറഞ്ഞ മടക്കാത്തവരില്ല. എങ്ങോട്ടാ അവരൊക്കെ കൊണ്ടുനടക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് ദീന അവർ പഠിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല. എന്ത് കിതാബാണ്, ഏത് ഇൽമാണ് അവർ മനസ്സിലാക്കുന്നത് അറിയുന്നില്ല. മുഅ്മിനീങ്ങളായ ആളുകൾ ഹയ്യിനുൻ ലയ്യിനുൻ സഹ്ലുൻ, അങ്ങനല്ലേ? മുഅ്മിനീങ്ങൾ വളരെ ലോലന്മാരാണ്. സഹ്ലുൻ, അവരൊക്കെ വളരെ സിമ്പിളാണ്. കെട്ടിക്കൂട്ടലും ആചാരങ്ങളോ കപട ആചാരങ്ങളോ ഒന്നും വേണ്ട. വളരെ പച്ച മനുഷ്യരായിട്ട് ജീവിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോ ഇങ്ങനത്തെ ഫേക്ക് ന്യൂസ് ഒന്നും കൊണ്ടുവരില്ലേ. അതിനെ പറ്റി പറയാൻ നേരമില്ല. ഫേക്ക് അല്ലാതെ ഒറിജിനെ കുറിച്ച് തന്നെ പറയാൻ നേരമില്ല. ഫേക്കിനെ പറ്റി അപ്പോ ഇൻഷാ അല്ലാഹ് നേരെ 11 മണി നിർത്താനായിക്കണോ? നിർത്തിയാ ഫീച്ചറിനെ വിടൂല.
അപ്പൊ എന്തായാലും ഒരു മണിക്കൂർ കൂടെ സഹിക്കാനൊക്കെ മനക്കരുത്തുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ നമ്മളോട് കണ്ണീമ പറഞ്ഞിരിക്കുക, അതാണ് വിഷയം. അല്ലാതെ പെണ്ണുങ്ങളൊക്കെ നല്ല വസ്ത്രത്തെ നടക്കുന്ന ലോകത്ത് ജീവിക്കാനൊന്നും എനിക്ക് കഴിയില്ല. കള്ളോടെ നിരോധിച്ചു വന്നു, ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. ബാറുകളൊക്കെ കൂട്ടിയിരുന്നു, ശരി. കള്ളെന്നാലും ഇവിടെ വരും. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് നടക്കുന്ന രാജ്യം സൗദി അറേബ്യ. മയക്കുമരുന്നിന്റെ വധശിക്ഷയാണ് അവിടുത്തെ നിയമം, അല്ലേ? എന്നാലും ഏറ്റവും കൂടുതൽ നർക്കോട്ടിക്സ് ഉപയോഗിക്കപ്പെടുന്ന രാജ്യം, വൺ ഓഫ് ദ ലീഡിംഗ് കൺട്രീസ്. എന്താ ചെയ്യാൻ? അപ്പൊ ഇവിടെ ബ്ലാക്കിൽ സാധനം വരും, സാധനം കിട്ടാത്ത കുടിക്കാക്കണ്ടേ, മുമ്പിലുണ്ടായിട്ട് കുടിക്കരുത്. അതാ റമദാൻ പഠിപ്പിച്ചിരുന്ന പാഠം. മുമ്പിൽ ഭക്ഷണം ഉണ്ട്, നീ നോമ്പുകാരനാണ് എന്നൊന്നുമില്ല. കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോ മട്ടൻ തിന്നുന്നില്ലല്ലോ, അല്ലെ? കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോ മട്ടൻ എന്തേ കഴിച്ചാലേ ഡോക്ടർ കഴിച്ചാൽ അടിച്ചു പോകും. എന്നാലും നാളെ നരകത്തിൽ അടിച്ചു വീഴാൻ പോവാണ് ഇത് കുടിച്ചാൽ. അതുകൊണ്ട് നീ കുടിക്കരുത്. മുമ്പിലേക്ക് കൊണ്ടുവന്നാലും ഞാനത് ചെയ്യൂല. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അത് അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഖുൽ ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. നബിയേ, പെണ്ണുങ്ങളോടും പറയണം അവർ കണ്ണുകൾ ചിമ്മണമെന്ന്, കണ്ണുകൾ ചിമ്മണമെന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിന്റെ റൂമിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നപ്പോ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ണ് കാണാത്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. സുബ്ഹിക്ക് രണ്ടാമത്തെ വാങ്ക് കൊടുത്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം തങ്ങൾ റമദാനിൽ അത്താഴത്തിന് വാങ്ക് കൊടുക്കും ബിലാൽ തങ്ങൾ. ഉമ്മ മക്തൂം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം തങ്ങളുടെ വാങ്ക് കേട്ടാൽ പിന്നെ തിന്നരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ക് കേട്ടാൽ നിർത്തണമെന്ന്. അപ്പൊ ചിലർ മസാല പറഞ്ഞല്ലേ, ആ വാങ്കിൽ ഇച്ചിരി നീളുണ്ടെങ്കിൽ ആ നീളം തീരുന്നവരെ ലായകളുള്ളത് കിട്ടുന്നവരെ തിന്നോ. സുബ്ഹാനല്ലാഹ്, ഈ ആദ്യ ഫേക്ക് മസാല കിട്ടുന്ന കാലാണ്. എന്ത് പത്വയാണ് റബ്ബികളൊക്കെ പഠിക്കണമെന്നുള്ള നിസ്കാരം നോമ്പും ബാത്തിലാകുന്ന ഏർപ്പാടുകൾ, അല്ലേ? അപ്പൊ ആ നേരത്തെ സുബ്ഹിന്റെ സമയമായാൽ വാങ്ക് വിളിക്കുമായിരുന്ന കണ്ണു കാണാത്ത സുഹാബിയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ആ സുഹാബിയെ വീട്ടിലേക്ക് വന്നത്. തങ്ങളുടെ ഭാര്യമാരിൽ രണ്ടുപേർ വീട്ടിലിരിക്കുന്നുണ്ട്, തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, ഇഹ്തജിബാ, ഇഹ്തജിബാ, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് മറയിൽ പോയിരിക്കും, മറയിൽ പോയിരിക്കും, മറയിൽ പോയിരിക്കും. അവർ പറഞ്ഞു, നബിയേ, കണ്ണ് കാണാത്ത മനുഷ്യനല്ലേ നബിയേ, അയാൾക്ക് ഞങ്ങളെ കാണില്ലല്ലോ. സ്വാഭാവികമായ മറുപടി, കണ്ണാണില്ലല്ലോ നബിയേ, നിങ്ങൾക്ക് എന്തിനാ പോയി മറയിരിക്കുന്നത്? ലോകത്തിന്റെ ഗുരു അവിടുത്തെ പെണ്ണുങ്ങളോട് പഠിപ്പിക്കുന്ന നിബിധങ്ങളുടെ വാചകം, അതിന് നിബിധങ്ങൾ കൊടുത്ത മറുപടി, നിങ്ങൾ രണ്ടുപേരും കണ്ണുപൊട്ടന്മാരാണോ? അല്ലല്ല, ഉള്ളുപോ. എന്താ അർത്ഥം? പറഞ്ഞിട്ട് ആണുങ്ങളൊക്കെ ശരിക്കും സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും, പെണ്ണിന് ആണുങ്ങൾ അങ്ങോട്ട് കാണണ്ട, അല്ല ഇത് ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ഇതാണ് ഒന്നാണ് നിയമം. പെണ്ണെ, നിങ്ങൾ രണ്ടുപേരും കണ്ണ് കാണാത്തവരാണോ? അല്ലല്ലോ, നിങ്ങൾ കണ്ണ് കാണില്ലേ, ഇതൊരു പുരുഷനല്ലേ, കുറിക്കോ. ശരീഅത്തിന്റെ നിയമം ഇതാണ്. മുഅ്മിനേ, എന്റെ പേടി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ഹദീസൊക്കെ പറഞ്ഞെടുത്താൽ അങ്ങനെ കണ്ടോ എന്ന് ചോദിക്കുന്ന കാലം വരും. ഇവരോടൊന്നും കാണാൻ പറ്റൂലേ, ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആദ്യം കേട്ടോ, ആദ്യമായി കേട്ടുവെച്ചോ, മറക്കണ്ട. ആർക്കാരൊക്കെ കാണാൻ പറ്റും, കാണാൻ പറ്റില്ല, എന്താണ് പെണ്ണിന്റെ ഔറത്ത്, എന്ത് ഔറത്തല്ല, എന്ത് കാരുടെ മുമ്പിൽ എങ്ങനെയൊക്കെ പെണ്ണിനെ പ്രത്യക്ഷപ്പെടാം എന്നൊക്കെ പരിശുദ്ധമായ സൂറത്തുൻ നൂറിൽ വ്യക്തമായി അല്ലാഹു പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആണിനോടും പെണ്ണിനോടും ചാരിത്രശുദ്ധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മാതൃകകളാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഹബീബായ തങ്ങളോട് കൂടെ യുദ്ധത്തിന് പോയപ്പോ അവിടുത്തെ പരിശുദ്ധമായ മാല നഷ്ടപ്പെട്ടു പോയപ്പോ അത് ഹബീബായ തങ്ങൾ കൊടുത്ത സമ്മാനമാണ്. ഹബീബായ തങ്ങൾ കൊടുത്ത മാല നഷ്ടപ്പെട്ടു പോയപ്പോ തെരഞ്ഞന്വേഷിച്ചു പോയ ആയിഷത്തു റളിയല്ലാഹു അൻഹാ മാല തെരഞ്ഞു വന്നപ്പോഴേക്കും ഒട്ടകത്തിന്റെ മുകളിൽ വെച്ചിട്ട് സ്വഹാബിമാരും നബിതങ്ങളും യാത്രയായി. നബിതങ്ങളുടെ കൂടെ പോയതാ തങ്ങൾ ഒട്ടകപ്പുറത്ത്, ആയിഷ ബീവി മറ്റൊരൊട്ടകപ്പുറത്ത്. ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ആയിഷ ബീവി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒട്ടകത്തിന്റെ ഇൻചാർജുള്ള സുഹാബി ഒട്ടകക്കട്ടിലങ്ങ് ഫിറ്റ് ചെയ്തു. കാരണം അതിന്റെ ഉള്ളിൽ ബീവി ഇരുന്നാലും ഇല്ലെങ്കിലും വെയിറ്റ് അറിയാറില്ല, അവരെന്ന ഭാരം കുറവാണ്. സൂറത്തുൻ നൂറിലുള്ള സംഭവമല്ലേ, 11ഓളം ആയത്തുകൾ, അല്ലാഹുവിന്റെ പരിശുദ്ധങ്ങളായ 11 ആയത്തുകൾ സൂറത്തുൻ നൂറിൽ അവതരിക്കാൻ കാരണമായ സംഭവം
അൻഹ പറയുന്നു, ഞാൻ ആ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിന്നിരുന്നു. എങ്ങനെ മദീനത്തേക്ക് പോകും? ആരെന്നെ കൊണ്ടുപോകും? അവരെന്ന് പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹ്, പടച്ചവനെ നീ മതി റബ്ബേ, നിന്റെ സഹായം മതി റബ്ബേ, എനിക്ക് ഞാൻ നിന്നെ ഏൽപ്പിക്കട്ടെ പടച്ചവനെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ മഹാനായ സഫ്വാൻ ഇബ്നുൽ മുഅത്തിൽ റളിയല്ലാഹു അൻഹു വഴിക്കിങ്ങനെ വരുന്നുണ്ട്. ഒരു പെണ്ണിരിക്കുന്നു, ഒരു പുരുഷൻ വരുന്നു മരുഭൂമിയുടെ മധ്യത്തിൽ. ഇത് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും കഥ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരിയാണ്. തങ്ങൾ വഫാത്താകുമ്പോൾ വയസ്സ് 18. തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീവിയുടെ വയസ്സ് 18. ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്നവർ ശരീരം മറച്ച് ഹിജാബിൽ ഇരിക്കുന്ന ആയിഷ ബീവിയെ കണ്ടപ്പോൾ പറഞ്ഞു പോയി, ഫസ്തർജഅ. അസ്സലാമു അലൈക്കും എന്നല്ല പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ മരുഭൂമിയിൽ ഒറ്റക്കായി പോയല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തർജഅ. അപ്പോഴാണ് ഒരു മയക്കത്തിലായിരുന്ന ബീവി പെട്ടെന്ന് എഴുന്നേൽക്കുന്നത്. സഫ്വാൻ എന്ന ഒട്ടകം താഴ്ത്തി കൊടുത്തു. അവിടെ സലാം പറഞ്ഞിട്ടില്ല ആയിഷ ബീവിയോട്. എന്നെ പെണ്ണല്ലേ? ആയിഷ ബീവിയോട് എന്താണ് ബീവി പറ്റിയതെന്ന് ചോദിച്ചിട്ടില്ല, കഥ ചോദിച്ചിട്ടില്ല. പെണ്ണിനോട് മുസ്ലിമേ നീ കഥ ചോദിക്കാൻ പോണ്ട, ചോദിച്ചിട്ടില്ല. സഫ്വാൻ എന്നവർ ആയിഷ ബീവിയോട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു. ആ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അങ്ങനെ മദീനത്തേക്ക് ഒട്ടകത്തെ തെളിച്ചു വരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മേലിരിക്കുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. അത് കണ്ടിട്ട് ബീവിയെ പറ്റി നുണ പറഞ്ഞുണ്ടാക്കിയ ആളുകളാണ് മദീനയിലുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ നേതൃത്വത്തിലുള്ള കപട വിശ്വാസികൾ, മുനാഫിക്കീങ്ങളായ ആളുകൾ. ആയിഷ ബീവിയാണ് ഇവിടെ മാതൃക. ആയിഷ ബീവിയാണ് ഇവിടെ മാതൃക. ചോദിച്ചിട്ടില്ല ആയിഷ ബീവിയോട്. ആയിഷ ബീവി അങ്ങോട്ടും ചോദിച്ചിട്ടില്ല, സഫ്വാൻ നിങ്ങൾ എവിടെന്നാ വരുന്നത് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. ആയിഷ ബീവി ഹിജാബിന്റെ മുമ്പ് പരിചയമുണ്ട് സഫ്വാൻ എന്നവർക്ക്. അങ്ങനെ അറിഞ്ഞതാണ് ബീവിയെ കണ്ടപ്പോ. സംസാരിച്ചിട്ടില്ല, വർത്തമാനം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ചെറുപ്പക്കാരാ നിന്റെ കോളേജിലോ കോളേജിന്റെ ക്യാമ്പസുകളിലോ നിന്റെ ക്ലാസ്സിലോ നിന്റെ താഴെയോ മേലെയോ ഉള്ള ഒരു പെൺകുട്ടിയോട് നീ എങ്ങനെ സംസാരിക്കും? പെണ്ണെങ്ങനെ ആൺകുട്ടിയോട് സംസാരിക്കും? നിനക്ക് അല്ലാഹു കല്യാണം കഴിച്ചു തരുന്നവരെ, വിവാഹത്തിലൂടെ ഹലാലിലൂടെ ഒരു പുരുഷനെ സ്വീകരിക്കുന്നത് വരെ പെണ്ണെ നീ കാത്തിരിക്കണ്ടേ? ചെറുപ്പക്കാരാ, നിക്കാഹ് ചെയ്ത് അല്ലാഹുവിനെ മുൻനിർത്തി ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നവരെ നിനക്ക് കാത്തിരുന്നുകൂടെ? വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ. വിവാഹം ചെയ്യാൻ സൗകര്യപ്പെടാത്ത ആളുകളൊക്കെയും അല്ലാഹുവിനെ സൂക്ഷിക്കണേ, തടി സൂക്ഷിക്കണമേ. എന്താ ശരീരം പറഞ്ഞാൽ നിന്റെ നാഭത്തിൽപ്പെട്ടതാണ്. നീ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്ന നിന്റെ ഫിംഗർ നിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ? അല്ലേ? നീ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഐഡിയകൾ നീ വചനങ്ങളായി, വാക്കുകളായി, ടൈപ്പ് ചെയ്ത് മെസ്സേജുകളായി കൊണ്ടുവിടുന്നത് ശബ്ദമായി നീ വാട്സപ്പിലൂടെ കൊടുക്കുന്ന വീഡിയോ, ഓഡിയോ ക്ലിപ്പുകളൊക്കെ ആമല്ലേ? ഇതൊക്കെ മുസ്ലിമിന് പാടുള്ളതാണോ? മുസ്ലിമിന് പറ്റുമോ? മുസ്ലിമിന്റെ സുഹൃത്താരാണ്, മുഅ്മിനിന്റെ സുഹൃത്താരാണ്. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മുസ്ലിമീങ്ങൾക്ക്, മുസ്ലിം പുരുഷന്മാർക്ക് മുസ്ലിമീങ്ങളായ അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾ സുഹൃത്തുക്കളായിട്ട് വേണം. മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് അല്ലാഹുവിനെ പേടിക്കുന്ന മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ കൂട്ടുകാരികൾ വേണം എന്നല്ലാതെ ബോയ്സ് ഗേൾസിന്റെ കൂടെ, ഗേൾസ് ബോയ്സിന്റെ കൂടെ അല്ല. അതല്ല വേണ്ടത്. 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളിൽ 50ഓളം പെൺകുട്ടികളെ ഇരുത്തിയിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാത്ത പെൺകുട്ടി 350. ചെറുപ്പക്കാരോട്, കുട്ടികളോട് 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള +2 പോലുമല്ല, പിന്നെയല്ലേ കോളേജും ഡിഗ്രിയൊക്കെ. ചെറുപ്പക്കാരും ഇതുപോലെ ഒരു മാനക്കേടാണ് പോലും. എനിക്കൊരാളില്ല, അതൊരു പാർട്ട്ണറില്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. ഒരു പിന്നെ ഞാൻ കാണുന്നല്ലേ തോന്നിപ്പോവാ പച്ചപ്പാവത്തിനെ. എനിക്കും വേണ്ട ഒരു ലവർ, ഒരു സോഫ്റ്റ് കോർണറൊക്കെ വേണ്ടേ? ആരോടൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണ്ടേ? നിന്റെ സ്നേഹം നിന്റെ ഉമ്മാക്കും വാപ്പാക്കും അല്ലാഹുവിനും റസൂലിനും കൊടുക്കേണ്ട കൽബാണ് നീ ഹറാമിലേക്ക് പറിച്ചു കൊടുക്കുന്നത് എന്ന് ഓർക്കണം ചെറുപ്പക്കാരാ.
അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത്. അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത്. റസൂലുള്ളാഹിക്ക് കൊടുക്കേണ്ട ഹൃദയമല്ലേ? ആ ഹൃദയത്തിലേക്ക് ഹറാമിന്റെ ചിന്തകൾ വരുന്നില്ലേ? കണ്ണ് സൂക്ഷിക്കാൻ പറ്റാത്തവന് മനസ്സ് സൂക്ഷിക്കാൻ കഴിയില്ല. മനുഷ്യൻ ദുർബലനായിട്ടാണ് പടക്കപ്പെട്ടത്. മഹാനായ സുഫിയാൻ സൗരിയോട് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചു അസ്ഹാബുകൾ. മനുഷ്യൻ ദുർബലനാണല്ലോ. എന്താ അർത്ഥം അറിയോ? എന്താണ് അർത്ഥമെന്നറിയോ? ഒരു പെണ്ണിനെ അവൻ കാണുന്നുണ്ട്. അവന്റെ ഹൃദയം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണുകളെ അഴിച്ചുവിടുകയാണ്. പിന്നെ കൽബിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനേക്കാളും ദുർബലൻ മനുഷ്യനല്ലാതെ വേറെയുണ്ടോ എന്ന് ഈ ആയത്തിന് തഫ്സീർ കൊടുത്തിട്ടുണ്ട് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. നമ്മളിങ്ങനെ ദുർബലരാവല്ലേ? നമ്മൾ ദുർബലരാവല്ലേ? പുരുഷന്മാർ പെൺകുട്ടികളെ വശംവദരാക്കുന്ന കാലമുണ്ടായിരുന്നു. അവിടമൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾക്ക് തോന്നുകയാണ് എനിക്കൊരു ചെറുക്കനെ വേണമല്ലോ എന്ന്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പെണ്ണെ, നിന്റെ ശരീരത്തിന്റെ പ്രായപൂർത്തി എത്തിച്ചു തന്നത് അല്ലാഹു അല്ലേ? നിനക്ക് പ്യൂബർട്ടി വരെ നിന്നെ വളർത്തിയത് അല്ലാഹു അല്ലേ? ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അന്തസ്സുള്ള ഒരു കുടുംബിനിയായി ജീവിക്കാൻ അല്ലാഹു നിന്നെ ശാരീരികമായി പക്വതയിലേക്ക് എത്തിച്ചു തന്നതിൽ പിന്നെ വ്യഭിചാരം തേണ്ടി പുറപ്പെടല്ല പെണ്ണേ. നീ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകല്ല പെൺകുട്ടി. നിന്റെ കണ്ണുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്. കാതുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്. നീ സല്ലപിക്കുന്നത്, സംസാരിക്കുന്നത്. യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ദഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വൽയഖുൽ ഖൗലൻ മഅറൂഫാ. നബിയേ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. യാ നിസാഅൻ നബി, മനസ്സിന്റെ രോഗമുള്ളവർ, നമ്മൾ ഞരമ്പിന്റെ രോഗം എന്ന് പറയും, മനസ്സിന്റെ രോഗമുള്ളവർ. ഖുർആൻ പറഞ്ഞതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു ഹൃദയത്തിന്റെ രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തന്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം. നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയണം. ഇത് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ സ്റ്റുഡൻസിന് വേണം, നമ്മുടെ മക്കൾക്ക് വേണം, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ? യാ നിസാഅൻ നബി, നബിന്റെ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മാത്രമാണോ? നബി ഞങ്ങളുടെ നിസാഅൻ നബി, ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ ആവേണ്ടത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബിതങ്ങൾ വാപ്പയെ പോലെയാണ്. അനലകും ബിമൻസിലത്തിൽ വാലിദി വലദിഹി, നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ്, ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ നിങ്ങൾക്ക് വാപ്പയെ പോലെ പറഞ്ഞു തരാണ്. ഇതെന്ന് പറയുമായിരുന്നു. യാ നിസാഅൻ നബി, നബിയുടെ പെണ്ണുങ്ങളെ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, മുസ്ലിമത്തുകളായ പെൺകുട്ടികളെ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ, നിങ്ങൾ മറ്റ് ജാതിയിലോ മതത്തിലോ ഉള്ള പെണ്ണുങ്ങളെ പോലെയല്ല കേട്ടോ. ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫലാ തഖ്ദഅന ബിൽ ഖൗലി, അന്യ പുരുഷന്മാരോട് കുഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയല്ലേ. തഖ്ദഅന ബിൽ ഖൗലി, സ്വരം മധുരമുള്ള ശബ്ദമുണ്ടാക്കിയിട്ട് അന്യരോട് സംസാരിക്കല്ലേ. മനുഷ്യന്റെ ശരീരങ്ങളിൽ ഹോർമോണുകൾ പടച്ചത് അല്ലാഹുവാണ്, പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ അല്ലേ. ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? അല്ലാഹുവാണ്. എന്തിന്? ലിനബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് എന്ന് നോക്കാൻ. അതുകൊണ്ട് പെണ്ണെ, വല്ലതും അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ ഫലാ തഖ്ദഅന ബിൽ ഖൗലി, പെണ്ണുങ്ങളെ നിങ്ങൾ മധുരമുള്ള സ്വരത്തിലൊന്നും മറുപടി പറയരുത്. വീട്ടിലേക്ക് വന്നു, മാപ്പുണ്ടോ? ആ
പിന്നെ ഈ വാക്ക് എന്തിനാ പോയത്, നീ കഥ പറയാൻ നിൽക്കണ്ട, ഉണ്ടോ ഇല്ലേ എന്ന് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് മറുപടി പറയും. അത് പറയുമ്പോൾ നിന്റെ കിളിക്കൂട്ടെടുക്കല്ല, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നീ മധുരമുള്ള സ്വരത്തിൽ മറുപടി പറയണ്ട. ഒരന്യ മനുഷ്യനോട് നിനക്ക് ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട, എത്തിന്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ്? ശബ്ദം പരുഷമായിട്ട് പറയണം. എന്തിനാണെന്നറിയോ? ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾക്ക് അപ്പോൾ അസുഖം വരും. നിന്റെ ശബ്ദത്തിന്റെ മയം കേട്ടാൽ, ശബ്ദത്തിന്റെ മധുരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളിന് പിന്നെ നിന്നോട് ഹറാമ് തോന്നി തുടങ്ങും. നിന്നെ ഒന്ന് പിടിക്കണമെന്ന് തോന്നും, നിന്നെ ഒന്ന് തൊടണമെന്ന് തോന്നും. പിശാചിനോട് അവന്റെ കൂടെ നിന്ന് നിന്നെ നോക്കാനും കാണാനും വഴിയോരങ്ങളിൽ പാത്തു നിൽക്കാനും തുടങ്ങും. അതുകൊണ്ട് നീ സമ്മതം കൊടുക്കല്ലേ. നീ നിന്റെ ശബ്ദം പരുഷമായിട്ട് പറ എന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ പെൺകുട്ടികൾ ചെയ്യുന്നതോ അന്യ പുരുഷന്മാർ സ്വന്തം ഭർത്താക്കന്മാരുടെ പരുഷമായി ഭയങ്കര ദേഷ്യത്തിൽ ഓരോ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. അന്യാൾക്കാർ എന്തോ ഒരു സ്നേഹവും വിചാരിക്കും, ഇവളൊക്കെ എനിക്ക് കേട്ടായിരുന്നല്ലോ, അടച്ചോൻ എത്ര സ്വഭാവമുള്ള പെണ്ണ്. ഇവിടെ സ്വന്തം ഭർത്താവിനോട് സംസാരിച്ചിട്ടില്ല, സ്വന്തം ഭർത്താവിനോട് ഈ സ്നേഹത്തോടെ വർത്തമാനം പറഞ്ഞിട്ടില്ല. നാട്ടുകാരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തൊരു മധുരമുള്ള വർത്തമാനം അല്ലേ. മെഡിക്കൽ ഷോപ്പിലേക്കോ മറ്റേതെങ്കിലും ഫാൻസി ഷോപ്പിലേക്കോ ടെക്സ്റ്റൈൽസിലേക്കോ ചെന്നാൽ അവിടുത്തെ ചെറുപ്പക്കാരോട് എന്ത് കുഴഞ്ഞുള്ള വർത്തമാനം. അല്ലാഹു പറഞ്ഞു, പെണ്ണേ നിന്റെ സംസാരത്തിൽ നീ ലോലമായി സംസാരിക്കല്ലേ. ഹൃദയത്തിൽ അസുഖമുള്ള ആളുകൾ നിന്നിൽ ഹറാമ് ചിന്തിച്ചു തുടങ്ങും. എന്താ പറയണത്? അങ്ങനെ വല്ല അസുഖം നിങ്ങളുടെ പുറത്ത് വന്നോട്ടെ, അതിനോട് മയങ്ങി സംസാരിച്ചു കൊടുക്കാം. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ചെയ്യല്ലേ. നമ്മൾ പെണ്ണുങ്ങൾ നേരെ ഓപ്പോസിറ്റ്. എങ്ങനെ പിന്നെ മക്കളൊക്കെ നന്നാവുക? وهل يرجى لأطفال صلاح إذا ارتضعوا ثديا ناقصات. ഇങ്ങനെ പൂർണ്ണതയില്ലാത്ത പെണ്ണുങ്ങളുടെ പാല് കുടിച്ചു വളർന്ന പെൺകുട്ടികൾ, അവരുടെ ആൺകുട്ടികൾ എങ്ങനെയാണ് സ്വാലിഹീങ്ങളാവുക? പെണ്ണെ, നീ നിന്റെ ശരീരം സൂക്ഷിക്കും. നിനക്ക് മാത്രമല്ല, ഒരു ജനറേഷന് വേണ്ടിയാണ്, ഒരു തലമുറക്ക് വേണ്ടിയാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹുവിനെ പേടിക്കാനാണ് ഈ പറയുന്നത്. എന്തിനെന്നറിയോ? നിന്റെ മനസ്സിന് അള്ളാഹു സമാധാനം തരും. ചെറുപ്പക്കാരാ, നീ നിന്റെ കണ്ണിൽ അഴിച്ചുവിട്ടാൽ, അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ, പെണ്ണുങ്ങൾ ഓരോന്നായി നീ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ, നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് നിന്നെ തിന്മയിലേക്ക് എത്തിക്കും. ഈ തിന്മ നിന്റെ മനസ്സിന്റെ സമാധാനം മൂടിക്കെടുത്തും. എപ്പോഴാ സമാധാനം കിട്ടുമെന്നറിയോ? അല്ലാഹുവിനെ ഓർക്കുമ്പോഴേ സമാധാനം കിട്ടൂ. നിന്റെ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുമ്പോഴല്ല, മ്യൂസിക് കേൾക്കുമ്പോഴല്ല, പാട്ട് കേൾക്കുമ്പോഴല്ല, അല്ലാഹുവിനെ അനുസരിക്കുമ്പോഴേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ആണും പെണ്ണുമാരുടെ കണ്ണുകൾ സൂക്ഷിക്കണേ, ശബ്ദം സൂക്ഷിക്കണേ. അതുകൊണ്ട് സഹോദരാ, നിന്റെ ഫേസ്ബുക്കിന്റെ പേജുകളിൽ നിന്റെ ഫ്രണ്ട്സുകളായി ഏതെങ്കിലും അന്യ പെൺകുട്ടികൾ നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം. ഇവിടെ പഠിച്ചു കഴിഞ്ഞില്ലേ, കാലം കഴിഞ്ഞു. നിന്റെ കൂടെ പഠിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ച് അന്തസ്സിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത്. നിന്റെ കോണ്ടാക്റ്റുകൾ നീ വേണ്ട. പെൺകുട്ടി അന്തസ്സായി നിനക്ക് മഹർ തന്ന് നിക്കാഹ് ചെയ്ത ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കെ നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ ഹറാമായ രീതിയിൽ നിനക്ക് പറയാനോ സംസാരിക്കാനോ കാണാൻ പാടില്ലാത്ത ആളുകളോട് നീ ചാറ്റ് ചെയ്യുന്നത് കടുത്ത കുറ്റമല്ലേ പെൺകുട്ടി? ഇതടുത്ത കുറ്റമല്ലേ, ഹറാമല്ലേ ഇത്? ചെറുപ്പക്കാരാ, നിന്റെ ഫ്രണ്ട്സുകളെ നീ സെൻസർ ചെയ്തോ? ഇന്നത്തെ രാത്രി നേരം പുലരുന്നതിന് മുമ്പ് നിനക്ക് കാണാനോ നോക്കാനോ പാടില്ലാത്ത അന്യ ജെൻഡറിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിന്റെ ഫ്രണ്ട്സുകളായിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകളായി ആഡ് ചെയ്യാൻ നിന്റെ ഫേസ്ബുക്ക് പേജ് എന്ന അല്ലാഹു തന്ന നിഅമത്ത് നീ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നിനക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ആവുന്നത്, അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന വർത്തമാനം അത് നീ പറയുന്നത് പോലും ഹറാമല്ലേ? നിന്റെ മെസ്സേജുകൾ ഹറാമല്ലേ? നീ ശബ്ദം അയച്ചുവിടുന്നത് ഹറാമല്ലേ? അവരുമായി കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ഹറാമല്ലേ? ഒരു വ്യഭിചാരം മാത്രം ഹറാം? അൽഐനാനി തസ്നിയാനി, കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. വസിനാഹുമൻ നദറു, നോക്കുന്നതാണ് വ്യഭിചാരം. കാതിന് വ്യഭിചാരമുണ്ട്, കേൾക്കലാണ് നിന്റെ വ്യഭിചാരം. കൈയിന് വ്യഭിചാരമുണ്ട്, തൊടലാണ്. നിന്റെ കീബോർഡിൽ നീ ടൈപ്പ് ചെയ്യുന്നത് നിന്റെ കൈ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ തിന്മയാണെന്ന്
മനസ്സിലാക്കിയിട്ട് വലിയ തിന്മയിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. യാ ഫുദൈൽ, ഫുദൈൽ എന്നവരെ 60 വയസ്സായി എനിക്ക് വഹൽ മിൻ ഹീലത്തിൻ, ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ? ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ? 1000ഉം 2000ഉം പെൺകുട്ടികൾ എന്റെ ഫേസ്ബുക്ക് പേജിലുണ്ടെന്ന് അഭിമാനം പറയുന്ന ചെറുപ്പക്കാരാ, ഈ 2000-ഓളം വരുന്ന പെൺകുട്ടികളുമായി നീ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്റെ ബോയ്സ് ഫ്രണ്ടുകളുമായി ചാറ്റ് ചെയ്യുന്നത്, പെൺകുട്ടി ഇതൊക്കെ നിന്റെ കിതാബിൽ അല്ലാഹു രേഖപ്പെടുത്തിയാൽ കിതാബും മർഖൂം